Hello guys, welcome back to our channel. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഒരു ഗെയിം ആണ് ചാലഞ്ച്. റിച്ച്, പൂവർ, നോർമൽ. അപ്പോൾ ഞാൻ വെച്ചാലല്ലേ ഇവിടെ ഒരു കടലാസ് തരും, അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും റിച്ച് ആണോ പൂവർ ആണോ നോർമലിനോ. അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കളേഴ്സ് കിട്ടുന്നത്. ആ കളേഴ്സ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ആ കടലാസ് നിങ്ങൾ ഡ്രോ ചെയ്യണം കേട്ടോ. കടലാസും വെച്ചിട്ടുണ്ട്. ആ ഒരു പിക്ചറും സെയിം ആണ് എല്ലാവർക്കും തന്നിരിക്കുന്നത് കേട്ടോ. പിക്ചർ കാണിച്ചേ. അല്ലോ, ഈ ഒരു പിക്ചറാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ആ ഒരു പിക്ചർ നിങ്ങൾ ഡ്രോ ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു കടലാസ് മേലെ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തു. ഇവിടെ ഒരെണ്ണം കിടപ്പണം. അത് ഞാൻ വെറുതെ ഒരെണ്ണം വെച്ചത്. ഇല്ല, റിഹാൻ മാറ്റരുത്. റിഹാൻ എടുത്ത് തന്നെ എടുത്തോ. റൈസാനാണിത്. ഇത് ബ്ലാങ്ക് ആയിരുന്നു. അത് ഞാൻ മനസ്സിലാക്കാതിരിക്കാനാണ് ചെയ്തത്. നോക്ക്, കാണിച്ച്. നോർമൽ, റിച്ച്, പൂവർ. ഓക്കെ, റിഹാനാണ് പൂവർ അല്ലേ? അപ്പൊ അതിനനുസരിച്ച് ചെയ്തോ. ഉള്ളത് വെച്ച് ചെയ്തു. ഞാനിപ്പോ ടൈം സ്റ്റാർട്ട്. ടൈമുണ്ട്. അത് നോർമലിന് 2 എടുത്തിട്ടുണ്ട്, പിന്നെ റിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ഡ്രോ ചെയ്യണം. ഡ്രോ ചെയ്തതിനു കളർ ചെയ്യണം. കുറേ കളർ കിട്ടിയെന്ന് വെച്ചാൽ പ്രയോജനമൊന്നുമില്ല. ഒരു കളർ മതി വരയ്ക്കാനും കളർ അടിക്കാനൊക്കെ. പക്ഷെ ചെയ്യുന്നതാണ് നന്നാവുന്നത്. കാണിച്ചത് റിഹാൻ പോയിട്ടുണ്ട്. നല്ലതുപോലെ വരയ്ക്കുന്നതും കളർ അതുപോലെ തന്നെ കളർ ചെയ്യുന്നത് ആരാന്ന് നോക്കും. റിഹാൻ്റെ കൊള്ളാലും നല്ലതുപോലെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എപ്പോഴും പറയും. ഞാൻ ചെയ്യുന്നു, പക്ഷെ എനിക്ക് പൈസ കൈയൊക്കെ നല്ല വലിയായി പോകുന്നു. ഇത് പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ടുണ്ട്. പൂച്ചയെ വരച്ചു. ഞാൻ പൂച്ചനെ വരച്ചിട്ടുണ്ട്. ഞാൻ പൂച്ചയ്ക്ക് വരയ്ക്കാൻ പോകുന്നു. ഞാനിത് കുളമായോന്ന് തോന്നുന്നു. ഇച്ചിരി തോന്നുന്നോന്ന് പറയാൻ പറ്റൂലല്ലോ. ആയില്ലേ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഇവിടെ സപ്പോർട്ട് ചെയ്തല്ലേ എപ്പോഴും തിന്നു പറയും. സബ് ചെയ്യുന്നു.
ഉണ്ട്. പറ്റുന്നില്ല എനിക്കിത്. പിന്നെ ഫ്ലവറൊക്കെ കണ്ടാ പറ്റില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തു ലൈക്കും ചെയ്യുക. അപ്പൊ എന്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യട്ടെ കളർ ഇത് പെട്ടെന്ന് തീർക്കുന്നവരാണ്. അല്ല ഒപ്പം തീർക്കണമെന്നില്ല, പെട്ടെന്ന് തീർക്കുന്നവരാണ്. ഓയിൽ പേസ്റ്റ് ആണ്. പൂവായാലും കണ്ടു നീയല്ലേ ഇപ്പോൾ ഫാസ്റ്റ്. അപ്പൊ ഞാൻ ജയിക്കും. ഓക്കെ, എൻ്റെ കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, ഇവിടെ കളറിങ് തുടങ്ങിയോ? പിന്നെ പച്ച വേണം, പിന്നെ നീല വേണം. എല്ലാം കഴിയുമെന്ന് വിചാരിക്കണ്ട. ഇല്ല, കഴിഞ്ഞു. സുഖമായി ഞാൻ നോക്കണം. ഞാൻ ഇവിടെ ഒരു ഇല പോലും ഞാൻ വരച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് എന്തൊക്കെ വരയ്ക്കുന്നത്. എനിക്കൊരു പേരുണ്ട് ഇവിടെ ഞാൻ തീർക്കുന്നു. പിന്നെ നീ എന്തിനാണ് വിചാരിക്കുന്നത്? അതെന്തായാലും ആകും. തോന്നുന്നില്ലേ ഉള്ളൂ. ഞാൻ കളർ കയറിയിട്ടുണ്ട്. ആഫ്റ്റർ കളർ ഉണ്ട് കേട്ടോ. ഇപ്പം റിഹാൻ പൂവറാണ് റിഹാന് കിട്ടിയത്. പക്ഷെ ആ ഒരു കളർ വെച്ചിട്ട് റിഹാൻ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ റഫാന് നോർമലാണ്. വാട്ടർ കളറുണ്ട്, ക്രയോൺസ് ഉണ്ട്. ഒരു ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് പറയുന്നുണ്ട് നല്ല ഇത് ക്ലേന്റെ പോലെ എടുത്ത് കളിക്കാൻ കേസത്. പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം ഇത് മേടിച്ചിട്ട്. ഓക്കെ, ബ്ലൂ. ഇത് ബ്ലൂ തന്നെയല്ലേ? അവസാനം റിച്ചായ ആളതൊക്കെ റിച്ചായ ആൾക്ക് കുറേ ഉണ്ട് കേട്ടോ. അവൻ ചെറുതല്ലേ, അവൻ അത്രയല്ലേ വരയ്ക്കാൻ അറിയൂ. ഇവിടെ കളറായി പോയി. അത് ഇവിടെ പോയി. എവിടെ അടിക്കുന്നതാണ് റിഹാന്റെ ആണ് ഇത്. ഫൈനൽ ലുക്കാണ്. ഇത്രയും പേര് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി കൂടി ഉണ്ട് ഇനി. കുറച്ചും കൂടിയാണ് കേട്ടോ. ഫൈനൽ ലുക്ക് അല്ല.
ഇവിടെ പിങ്ക് അടിക്കണം. ഫിനിഷ് ഗൈസ് ഫിനിഷ് കാണിക്ക് വരച്ചതും ഒറിജിനലും കാണിക്ക് ഓരോരുത്തരായിട്ട്. എനിക്ക് ഇതെല്ലാം മാറ്റട്ടെ. ഇത് പിടിക്ക്. അപ്പോൾ ഇത് റഫാൻ്റേത് നിങ്ങൾക്ക് ഇഷ്ടമായത് ഇത് റിഹാൻ്റേത്. നിങ്ങൾ ഏതാണെന്ന് ഇഷ്ടമായെന്ന് പറയണ്ടത്. ഇത് റഫാൻ, ഇത് റൈസാൻ. നമ്മുടെ കുഞ്ഞു റൈസാൻ വരച്ചതായിട്ടിത്. അപ്പോൾ ഇത് 3 പേരും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയത് റിഹാൻ്റേതാണ്. അത് കഴിഞ്ഞ് റഫാൻ്റേത്. റിഹാൻ്റെ കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ഉണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ അത് റഫാൻ സെലക്ട് ചെയ്ത ആ ഒരു ബ്ലൂ വേറെ ബ്ലൂ ആയിരിക്കണം. മനസ്സിലായത്? ഇതിലെ സെയിം ബ്ലൂ ആണ് റിഹാൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ആ ഒരു ബ്ലൂവിനാണ്. നല്ലോണം വരച്ചിട്ടുണ്ട്. പിന്നെ വരയ്ക്കുകയും ചെയ്യും.